Okay, next question. A wire with 3.5 meter long. അതായത് ഒരു വയർ ഉണ്ട്, അതിന് 3.5 മീറ്റർ നീളമുണ്ട്. നമ്മൾ അതിന് എന്ത് ചെയ്തേക്കാ, 2 പീസ് ആക്കി അല്ലെ, കട്ട് ചെയ്തിട്ട്. എവിടെ വെച്ചാ കട്ട് ചെയ്തൊന്നും നമുക്കറിയില്ല, എവിടെയോ വെച്ച് കട്ട് ചെയ്ത് 2 പീസ് ആക്കിയിട്ടുണ്ട്. ടോട്ടൽ നീളം എന്ന് പറയുന്നത് 3.5. അപ്പം എന്നിട്ട് അതിന് ഒരു പീസ് എടുത്തിട്ട്, അതായത് ഈ ഒരു ഫുൾ നീളം എടുത്തിട്ട് നമ്മൾ വളച്ചിട്ട് എന്ത് ചെയ്തേക്കാ, സ്ക്വയർ ഉണ്ടാക്കിയേക്കാം. അതേപോലെ ഈ സൈഡിലത്തെ നീളം ഏതെങ്കിലും സൈഡ് ആയിക്കോട്ടെ, അതെടുത്തിട്ട് ഒരു ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കി. ഈക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൈഡ്സും ഈക്വൽ. അപ്പൊ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ബോത്ത് മസ്റ്റ് ബി സെയിം. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട് അല്ലെ. അതായത് ഇപ്പം ഇത് സ്ക്വയർ ആണ് അല്ലെ, അപ്പൊ എല്ലാ സൈഡ്സും ഈക്വൽ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, സൈഡിന് എക്സ് എന്ന് വിളിച്ചു. പിന്നെ സ്ക്വയറിന്റെ ആയാലും ട്രയാങ്കിളിന്റെ ആയാലും സൈഡ്സിന്റെ നീളം എങ്ങനെയാന്ന് പറഞ്ഞേക്കണ അവര് ഈക്വൽ ആണ്. അപ്പൊ അവിടെ എക്സ് ഉപയോഗിച്ചതുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ എക്സ് ഉപയോഗിച്ച് എക്സ് തന്നെ എടുക്കണം എന്ന് യാതൊരുവിധ നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെറ്റർ എടുക്കാം. ഓക്കെ, ഇനി അടുത്ത കാര്യം 3.5 മീറ്റർ അല്ലെ. 3.5 മീറ്റർ നമുക്ക് സെന്റിമീറ്റർ ആക്കി കൂടെ. അതെങ്ങനെയാ, അതായത് 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നാ, 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ 3 മീറ്റർ ഇല്ലേ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 3 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 കിട്ടി. കഴിഞ്ഞിട്ടില്ല, അവിടെ എന്തും കൂടി ഉണ്ട്, അവിടെ ഒരു ഹാഫ് ഉണ്ട് അല്ലെ. അപ്പൊ 1/2 മീറ്റർ എന്ന് പറയുമ്പോ എന്ത് ചെയ്യണം നമ്മള്, 1/2 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 സെന്റിമീറ്റർ. അപ്പൊ രണ്ടും കൂടി ടുഗദർ നമുക്ക് എന്തെന്ന് എഴുതാം, 350 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ടോട്ടൽ നീളം 3.5 മീറ്റർ എന്നുള്ളത് 350 സെന്റിമീറ്റർ ആയിട്ട് കണക്കാക്കാം. ഇനി നോക്കിയേ, ഈ ടോട്ടൽ 3.5 അല്ലെങ്കിൽ 350 സെന്റിമീറ്ററിനാണ് നമ്മൾ 2 കഷ്ണങ്ങളാക്കി. 2 കഷ്ണങ്ങളായിട്ട് ഒരെണ്ണം എടുത്തിട്ട് സ്ക്വയർ ഉണ്ടാക്കി, മറ്റൊരെണ്ണം എടുത്തിട്ട് ട്രയാങ്കിൾ ഉണ്ടാക്കി. അപ്പോ ഈ സ്ക്വയർ ഉണ്ടാക്കാൻ എടുത്ത ആ പീസിന്റെ നീളം എന്ന് പറയുന്നത് സ്ക്വയറിന്റെ പെരിമീറ്റർ ആകില്ലേ. സ്ക്വയർ ഉണ്ടാക്കാൻ എടുത്ത ആ വയറിന്റെ നീളം എന്ന് പറയുന്നത് സ്ക്വയറിന്റെ പെരിമീറ്റർ. അതേപോലെ തന്നെ ട്രയാങ്കിളിന്റെ കാര്യം. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ എന്താ, 4x, അതായത് 4 ഇൻറ്റു സൈഡ്. ട്രയാങ്കിളോ ഈക്വലേറ്ററിൽ ആയതുകൊണ്ട് x പ്ലസ് എക്സ് പ്ലസ് എക്സ് 3x. ശരിയായില്ലേ. ഈ 2 പീസും ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ആ വയറിന്റെ ടോട്ടൽ നീളല്ലേ. സോ 4x പ്ലസ് 3x ഈക്വൽ ടു 350. അവിടെന്നോ 7x ഈക്വൽ ടു 350 കിട്ടി. എന്നിട്ടോ x ഈക്വൽ ടു 350 ഡിവൈഡഡ് ബൈ 7. ഇത് എത്രയാ, 7 35 5 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 50 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ എന്തോരം നീളം ഉപയോഗിച്ചു, അതേപോലെ സ്ക്വയർ ഉണ്ടാക്കാൻ എത്രത്തോളം നീളം ഉപയോഗിച്ചു എന്നല്ലേ. അതിൽ സ്ക്വയറിന്റെ നീളം എത്രയായിരുന്നു ടോട്ടല്, 4x അല്ലെ. ദാറ്റ് മീൻസ് 4 ഇൻറ്റു 50 എത്രയാ, 200 സെന്റിമീറ്റർ. അതേപോലെ നമുക്ക് ട്രയാങ്കിൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചതോ 3x. ദിസ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 50 വിച്ച് ഇസ് ഈക്വൽ ടു 150. അപ്പൊ ടോട്ടൽ 350 സെന്റിമീറ്റർ നീളമുള്ള വരന്, ടോട്ടല് 350 സെന്റിമീറ്റർ നീളമുള്ള വരന് എങ്ങനെയാ നമ്മൾ മുറിച്ചേക്കണേ, 200 സെന്റിമീറ്റർ ആയിട്ടും അതേപോലെ 150 സെന്റിമീറ്റർ. അപ്പൊ നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ എ ക്ലാസ് there are 4 more girls than boys. ബോയ്സിനേക്കാളും, അതായത് ഗേൾസ് ഉണ്ട് ബോയ്സ് ഉണ്ട്, 4 more girls than boys. അതായത് ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് ബോയ്സിനേക്കാളും 4 എണ്ണം കൂടുതലാണ്. അപ്പൊ ഞാൻ ബോയ്സിന്റെ എണ്ണത്തിന് x എന്ന് വിളിച്ചു. അപ്പൊ ലെറ്റ് ദ നമ്പർ ഓഫ് ബോയ്സ് ഈസ് x എങ്കിൽ എന്തുണ്ട്, ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് എങ്ങനെയാ വന്നേക്കണേ, ബോയ്സിനേക്കാളും 4 എണ്ണം കൂടുതൽ. ബോയ്സിന്റെ എണ്ണം x ആയിരുന്നു, അതിനേക്കാളും 4 എണ്ണം കൂടുതൽ. അപ്പൊ കിട്ടിയില്ലേ. അതായത് അപ്പൊ എന്താ പറയാ, ലെറ്റ് നമ്പർ ഓഫ് ബോയ്സ് ഈക്വൽ ടു x, then number of girls equal to x plus 4. ശരിയല്ലേ, കാരണം ഗേൾസിന്റെ എണ്ണമാണ് കൂടുതൽ പറഞ്ഞേക്കണേ. ഒരു ദിവസം വൺ ഡേ എന്ത് സംഭവിച്ചു, when only 8 boys were absent. ഓക്കെ, അതായത് ഒരു ദിവസം ബോയ്സ് x എണ്ണം ഉണ്ട് അല്ലെ, അതിൽ നിന്ന് 8 എണ്ണം ആബ്സെന്റ് എന്ന് പറഞ്ഞാൽ 8 ആൾക്കാർ കുറവല്ലേ. ആ ദിവസം എന്താ സംഭവിച്ചിരിക്കണേ, the number of girls was twice the number of boys. അപ്പൊ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് ബോയ്സിന്റെ എണ്ണത്തിന്റെ ട്വൈസ് ആണ് നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത്. ശരിയായില്ലേ. അതായത് ഒരു ദിവസം എന്ത് ചെയ്തേക്കാണ്, 8 ബോയ്സ് ആബ്സെന്റ് ആണ്. അപ്പൊ നിലവില്
ബോയ്സിന്റെ എണ്ണം എക്സ് ആയിരുന്നു. അതിൽ 8 പേര് ആബ്സെന്റ് ആയതുകൊണ്ടാണ് ഞാൻ X-8 ചെയ്തത്. അന്നേ ദിവസം എന്താ ഉണ്ടായത്? ബോയ്സിന്റെ എണ്ണത്തിന്റെ ഡബിൾ ആയി ഗേൾസിന്റെ എണ്ണം. ഡബിളിന് പകരമാണ് നമ്മളിവിടെ 2 ഇട്ടിരിക്കുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു ഗേൾസിന്റെ എണ്ണം X+4 അല്ലേ, അത് ഞാൻ ഇവിടെ എഴുതി. ഇനി ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി, പരിപാടി കഴിഞ്ഞു. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യുന്നത് എങ്ങനെ എഴുതാം? 2x മൈനസ് 16 ഈക്വൽ ടു എക്സ് പ്ലസ് 4. എന്നിട്ട് എക്സിന് ഇപ്പുറത്തേക്ക് എടുക്കാം, 16 അങ്ങോട്ടും കൊടുക്കാം. സോ 2x മൈനസ് എക്സ് ഈക്വൽ ടു 4 പ്ലസ് 16. 2x എക്സ് പോയി കഴിഞ്ഞാൽ എക്സ് 16 പ്ലസ് 4 20. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഈക്വൽ ടു 20 കിട്ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? നമ്പർ ഓഫ് ബോയ്സ് ആണ് അല്ലെ. നമ്പർ ഓഫ് ബോയ്സ് നമുക്ക് എത്ര കിട്ടി? 20 കിട്ടി. അങ്ങനെയെങ്കിൽ ഈ നമ്പർ ഓഫ് ഗേൾസ് നോക്കിയേ, എക്സ് പ്ലസ് 4 അല്ലേ, ദാറ്റ് മീൻസ് 20 പ്ലസ് 4 വിച്ച് ഇസ് ഈക്വൽ ടു 24. അപ്പൊ ആ ക്ലാസ്സില് ബോയ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 20ഉം അതേപോലെ തന്നെ ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് 24 ആണ്. ഓക്കെ, അടുത്ത നമ്മുടെ 6th ക്വസ്റ്റ്യൻ ആണ്. A fraction simplified after adding 1 to its numerator becomes 1/3. അപ്പൊ ഫ്രാക്ഷൻ ആണ് അല്ലെ. ഫ്രാക്ഷൻ ഓഫ് ദ ഫോം എന്തായിരിക്കണം? x/y ആയിരിക്കും. ഇതാണ് നമ്മളുടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ന്യൂമറേറ്റർ എക്സ് ആണ്, ഡിനോമിനേറ്റർ y ആണ്. ഇനി അവരെന്താ പറഞ്ഞേക്കണേ? ഒരു ഫ്രാക്ഷൻ സിംപ്ലിഫൈ ചെയ്തു. എങ്ങനെ? ആഫ്റ്റർ ആഡിങ് 1 ടു ദ ന്യൂമറേറ്റർ. അപ്പൊ നമ്മളുടെ ന്യൂമറേറ്ററിന്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് ഡിനോമിനേറ്ററിന് മാറ്റമൊന്നുമില്ല. സിംപ്ലിഫൈ ചെയ്തപ്പോൾ 1/3 കിട്ടി. അടുത്തത്, if instead 1 is added to the denominator. അടുത്ത ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കണേ? നമ്മള് 1 added to the denominator. അപ്പൊ ന്യൂമറേറ്ററിന് യാതൊരുവിധ മാറ്റവും ഇല്ല. ഡിനോമിനേറ്ററിന്റെ കൂടെ എന്ത് ചെയ്തു? 1 ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എന്താ കിട്ടിയത്? 1/4. Then what is a fraction? അതാണ് ക്വസ്റ്റ്യൻ. 2 ഇക്വേഷൻ കിട്ടിയില്ലേ? ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യാം. എങ്ങനെയാ സോൾവ് ചെയ്യാ? ഈ ഇത് അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാകാൻ പോണേ? 3 into x plus 1 is equal to y എന്നും അതുപോലെ 3x plus 3 equal to y കിട്ടിയില്ലേ? Then 3x minus y equal to -3. ഒന്നുമില്ല, ഞാൻ ആ y ന് ഇപ്പുറത്തേക്കും 3 അപ്പുറത്തേക്കും കൊടുത്തു കേട്ടാ. അപ്പൊ എനിക്ക് ഒരു ഇക്വേഷൻ കിട്ടി, ഇക്വേഷൻ നമ്പർ 1 അവിടെ കിടക്കട്ടെ. അതേപോലെ തന്നെ ഇതും അങ്ങോട്ടും കിട്ടും ഒന്ന് ക്രോസ് ചെയ്യാലോ. അപ്പൊ എന്ത് കിട്ടി? 4 into x 4x equal to 1 into y plus 1 y plus 1. അത് ഇതുപോലെ തന്നെ 4x മൈനസ് y ഈക്വൽ ടു 1. അപ്പൊ ഇക്വേഷൻ നമ്പർ 2. ഇനി അപ്പൊ നമുക്ക് ആ ഇക്വേഷൻസ് 2 സോൾവ് ചെയ്യാം കേട്ടാ. അപ്പൊ 4x മൈനസ് y ഈക്വൽ ടു 1 ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ 3x മൈനസ് y ഈക്വൽ ടു -3 കിട്ടിയിട്ടുണ്ട്. ഞാനിതൊന്ന് ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എന്ത് കിട്ടി? 4x മൈനസ് 3x എക്സ് കിട്ടി. മൈനസ് y മൈനസ് y അതായത് പ്ലസ് ആയി പോയി. ദെൻ ദിസ് ബിക്കം 0 ഈക്വൽ ടു 1 മൈനസ് -3 ഈക്വൽ ടു 4. അപ്പൊ എന്ത് കിട്ടി എനിക്ക്? എക്സ് ഈക്വൽ ടു 4 കിട്ടി. സുഖമായി അല്ലെ. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. എക്സ് ഈക്വൽ ടു 4 കിട്ടിയെങ്കിൽ y കണ്ടുപിടിക്കാനായിട്ട് ഇതാ സെക്കൻഡ് ഇക്വേഷനിൽ ഇട്ട് കൊടുത്തോ. എക്സിന് പകരം 4 ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പൊ എന്ത് കിട്ടി? 4 into എക്സിന് പകരം 4 ഇട്ട് കൊടുക്കാം. മൈനസ് y അങ്ങനെ തന്നെ എഴുതാ ഈക്വൽ ടു 1. അടുത്തത് 4 into 4 16 മൈനസ് y ഈക്വൽ ടു 1. മൈനസ് y ഈക്വൽ ടു 1 മൈനസ് 16 എങ്കിൽ y എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? y ഈക്വൽ ടു 15 കിട്ടി. 2 നെഗറ്റീവ് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. സോ നമ്മുടെ ഫ്രാക്ഷൻ എന്തായിരുന്നു? x/y അല്ലേ. ആ x/y എന്താന്ന് കിട്ടിയപ്പോ 4/15.